ഹലോ ഗെയ്സ്, മൈപ്പീലി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ചെങ്കലവ മീൻ കറി വയ്ക്കാനാണ്. അതിനു വേണ്ടി 1/2 കിലോ ചെങ്കലവ മീൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച് ഇനി നമുക്കത് കറി വയ്ക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും. നമ്മൾ ആറ്റങ്ങയൊക്കെ പറയുന്നത് നമ്മൾ ചെങ്കലവ എന്നാണ് പറയുന്നത്. ചില സ്ഥലത്ത് ഇതിന് പറയുന്നത് കോര എന്നാണ് പറയുന്നത്. പല സ്ഥലത്തും പല പേരായിരിക്കും. അതിലേക്ക് വേണ്ടി ഞാൻ അടുപ്പ് കത്തിച്ച് ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ഇനി ചൂടാവട്ടെ. പുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ച്. ചട്ടി ചൂടായി നമുക്ക് തേങ്ങ വീത്താം ആവശ്യത്തിന്. വെളിച്ചെണ്ണ ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായി നമുക്കതിൽ കടുകിടാം. നമ്മളവിടെ ചട്ടിയിലാണ് കൂടുതലും നമ്മൾ വെക്കുന്നത്. നമുക്ക് ചട്ടിയിൽ വെക്കുന്നതാണ് ഇഷ്ടം. ഇത്തിരി ഉലുവയും കൂടെ ഇടാം. പിന്നെ കറി തോനെ വേണമെന്ന് ഉള്ളവർക്ക് കൊച്ചുള്ളി നല്ലോണം വാട്ടി തക്കാളിയും വാട്ടി മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്ത് വെച്ചാൽ വളരെ നല്ലതായിരിക്കും. പക്ഷെ നമുക്കങ്ങനെ കറി അങ്ങനെ അധികം വേണമെന്നില്ല. നമ്മൾ വേറെ കറികൾ വെച്ചത് കൊണ്ട് വേണ്ട. വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് ഞാൻ വെച്ച്. അപ്പം കടുക് ഉലുവയും നല്ലോണം ഇതായി. കടുക് പൊട്ടി ഉലുവ മൂത്ത് നമുക്കതിലിനി ഇഞ്ചി ഇടാം ചതച്ചത്. കുറച്ച് വെളുത്തുള്ളി ഇടാം. ഉള്ളി കൊച്ചുള്ളി അരിഞ്ഞത് കുറച്ച് നമുക്കതിന് മൂക്കട്ടത്തിയേരം. നല്ല നാടൻ കറിവേപ്പില അതും കൂടെ ഇടാം നമുക്ക്. ഒരു 3 പച്ചമുളകും കൂടെ കീറിയതിടാം. 2 തക്കാളിക്ക. പുളി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുരുമുളക് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ഇടാം. ഒരു 1/4 സ്പൂൺ മഞ്ഞപ്പൊടി. മുളക് പൊടി 1 സ്പൂണ്. മല്ലിപ്പൊടി 1 സ്പൂണ്. മല്ലിപ്പൊടി 1 സ്പൂണ്. 1/2 സ്പൂണ് മുളക് പൊടി. അപ്പം ഉലുവപ്പൊടി ഇടണ്ട. നമ്മൾ ഉലുവ ഇട്ടുകൊണ്ട് ഉലുവപ്പൊടി നമുക്ക് വേണ്ട. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുറച്ച് കുരുമുളക് നമുക്ക് ഇതിൻ്റെ കാരം പോകാൻ വേണ്ടി ഒന്നൊത്തിരി ഇളക്കി കാരം പോക്കിക്കാം എണ്ണയിൽ. പച്ചക്കാരമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മുളകും മല്ലി ഉണക്കിയാണ് നല്ലോണം വറുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ കാരമൊന്നും കാണില്ല. പുളി പിഴിഞ്ഞതും കൂടെ നമുക്കൊന്ന് അതിലോട്ട് വീട്ടാം. അതിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ വീത്താം. പാകത്തിനുള്ള ഉപ്പ്. ഇപ്പം കുരുമുളകും പൊടിച്ചതും നമ്മളെല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്കിതിന് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിക്കാം. എന്നിട്ട് നമുക്ക് ഈ വൃത്തിയാക്കി വെച്ച 1/2 കിലോ മീനും അതിൻ്റെ അകത്തിട്ട് വേവിക്കാം.
നമ്മുടെ അരപ്പൊക്കെ നല്ലോണം തിളച്ച് നമ്മളെ തക്കാളിക്കും പച്ചമുളകെല്ലാം നല്ലോണം വെന്ത്. അപ്പം നമുക്കിനി ഈ വൃത്തിയാക്കി വെച്ചാൽ ഈ 1/2 കിലോ മീൻ, ചെങ്കലവ മീൻ അതിൻ്റെ അകത്തിടാം. എന്നിട്ട് നമുക്കൊന്നത് തുണി പിടിച്ച് കറക്കി ഒന്ന് വെച്ചിട്ട് വേവിക്കാം. നമുക്ക് ഇനി ഇത് അടച്ചിട്ട് വേവിക്കാം. അപ്പം ഈ ചാനലുകാരെല്ലാം കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നമ്മളത് ഒരു കൊച്ചു ചാനലാണ്, നമ്മളെ വീട്ടുവിശേഷങ്ങളുമായി നമ്മളെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേവിക്കുന്ന ചാനലാണ്. അപ്പോൾ എല്ലാവരും ചാനൽ നടത്തുന്നവരായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ ലൈവൊക്കെ ഇടുമ്പോഴത്തേക്ക് ഒരുപാട് പേരിപ്പോൾ ശല്യമായിട്ട് വന്നിരിക്കുകയാണ്. പെണ്ണുങ്ങളും ഉണ്ട്, ആണുങ്ങളും ഉണ്ട്. ഈ ഒരു പെണ്ണ് കുറേ ദിവസം കൊണ്ട് ഇക്കിന്ന് അവളെ അക്കൗണ്ട് ഇട്ടിരിക്കുന്നത്. അവളെ ഐഡിയ ഉൾപ്പെടെ നമ്മൾ പിടിച്ച് നമ്മളെ ഈ ലൈവിൽ വന്ന് നമ്മളെ മാനസികമായി ശല്യപ്പെടുത്തുകയാണ്. വന്ന് കയറാൻ പായിക്കും. 10-30 പ്രാവശ്യമാണ് കയറാൻ പായിക്കുന്നത്. ഒരുപാട് ലൈവുകളിൽ ചെല്ലുന്നുണ്ട്. അപ്പോൾ ആരും ഐഡിയയ്ക്ക് വേണ്ടി ആരും പ്രതികരിക്കുന്നില്ല. എല്ലാവരും ഒറ്റക്കെട്ടിൽ നിന്ന് ഐഡിയകൾ വന്ന് ഇങ്ങനെ ശല്യം ചെയ്യുമ്പോൾ അതിന് പ്രതികരിച്ചാലല്ലേ അതിൻ്റെ ഒരു ഇതുള്ളൂ. പിന്നെ ഒരാണാളും കൊണ്ട് അവൻ ഡെയിലി ഇതേപോലെ ലൈവ് ഇടുമ്പോഴത്തേക്ക് വന്ന് കയറും, വൃത്തിയിട്ട വേലകൾ കാണിക്കുന്നുണ്ട്. പിന്നെ മിന്നൽ മുരളി എന്നും പറഞ്ഞ് ഒരുത്തായി വന്ന്, നമുക്കറിയില്ലല്ലോ നമ്മളെ ചാനൽ, അത് ഒരു ചാനലുകാരനാണ്. നമ്മൾ ബ്ലൂ കൊടുത്ത്, പക്ഷേ ഈ പുറത്തുനിന്ന് പിന്നെ വരുന്ന ആൾക്കാർ അവർ വെട്ടിക്കളയക്കും എടുപ്പും എല്ലാം ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഫോട്ടോ വെച്ചാണ് ഇവർ ഈ ഇക്കിയെന്ന് പറഞ്ഞ പെണ്ണ് ഈ ചാനലിൽ വരുന്നതും എടുക്കുന്നതും. അപ്പം ഞാനൊന്ന് പറഞ്ഞ് എല്ലാ ലൈവിലും ചെന്ന് ശല്യം ചെയ്താലും ഞാനല്ല അതിന് ഉത്തരവാദിത്തം. കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് 2 കൊല്ലമായി ഈ ചാനൽ തുടങ്ങി. അന്ന് തൊട്ട് ഈ പെണ്ണ് ഇങ്ങനെ ഒരേ കണക്ക് മെനക്കെട്ട് ശല്യം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അവളെ ആര് വിടുന്നതെന്ന് ഇതുവരെ അറിയില്ല. അവളെ ഐഡിയ ഉൾപ്പെടെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇന്ന് വേറെ ഒരു ചാനലിൽ ചെന്ന് അവൾ ഇതേ കണക്ക് കാണിച്ച് അവരിന്ന് ഇന്നലെ പരാതി കൊടുത്ത് ഇന്ന് അവൾ അവിടെ വിളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവളെ ഐഡിയ ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് പരാതി കൊടുക്കാൻ വയ്യാത്തതല്ല, ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് കയറി ഒന്ന് ലൈക്ക് അടിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതേ കണക്ക് പ്രതികരിച്ചില്ലെങ്കിൽ പിന്നും ഐഡിയകൾ കൊണ്ട് പിന്നും ഇങ്ങനെ ആവും. ഒരു ഐഡിയ അവളെ പിടിച്ചപ്പോഴത്തേക്ക് അവൾ മാറും ഐഡിയ. ഇന്നലെ തന്നെ ഒരുപാട് ഐഡിയയിൽ അവൾ വന്ന് മാനസികമായി നമ്മളെ ഇങ്ങനെ ലൈവ് ഇടുമ്പോൾ കഷ്ടപ്പെടുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു ചാനൽ തുടങ്ങുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരേ കണക്ക് നമ്മൾ ലൈവ് ഇട്ടൊക്കെ ഇരിക്കുമ്പോഴാണ് 5 മണിക്കൂർ, ഒരു 6 മണിക്കൂർ, 8 മണിക്കൂറൊക്കെ ഇട്ടാലായിരിക്കും ഒരു 20 മിനിറ്റെങ്കിലും വാച്ച് ടൈം കിട്ടുന്നത്. അത് പക്ഷെ നമുക്ക് ഇതേ കണക്ക് കാണിക്കുമ്പോഴത്തേക്ക് ഡിലീറ്റ് ചെയ്യാനേ നേരമുള്ളൂ. ഈ ആണായാലും ഈ പെണ്ണായാലും വന്ന് ഇങ്ങനെ അനാവശ്യങ്ങൾ ലൈവിൽ വന്നിട്ടാണ് ഇവർ കയറുമ്പോഴത്തേക്ക് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആളുകൾക്ക് ബ്ലൂ കൊടുക്കുമ്പോൾ എല്ലാവരും സൂക്ഷിച്ച് കൊടുക്കണമെന്ന്. നമ്മുടെ ചെങ്കലവ മീൻ വേവാറായി. അല്ല പുളിയും ഉപ്പും എല്ലാം ഉണ്ട്. കുരുമുളകൊക്കെ ഇട്ടപ്പോഴത്തേക്ക് നല്ല ഇതാണ്. നമുക്കിവിടെ തേങ്ങ അരയ്ക്കുന്ന ഇഷ്ടമല്ല, അതാണ് നമ്മൾ പുളിയെ വയ്ക്കുന്നത്. നെയ്യൊക്കെ നല്ലോണം തെളിഞ്ഞ് നമ്മളെ നാടൻ രീതിയിലുള്ള ചെങ്കലവ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നുള്ള സപ്പോർട്ട് ചെയ്യണേ.